സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കേരളത്തിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ മദ്യപാനമല്ല ഉദ്ദേശിച്ചത്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പണ്ടൊക്കെ നമ്മൾ ഇതിന് ടൈറ്റിലായി കൊടുത്തിരുന്നത് യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം എന്നാണെങ്കിൽ ഇന്നത് കുട്ടികൾക്കിടയിലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം എന്ന് തിരുത്തി വായിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ഇത്തരം വസ്തുക്കളുടെ പ്രധാന വിൽപ്പന കേന്ദ്രം സ്കൂളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്ന വസ്തുത. കുറച്ചുകൂടി ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കോളേജുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളോ ഒക്കെ ചേർന്ന് മാത്രം അപൂർവമായി കേട്ടിരുന്ന ലഹരി ഉപയോഗം എന്ന കാര്യം ഇന്ന് സാധാരണ സ്കൂളുകളിലേക്ക്, ഒരുപിടി അധികം സ്കൂളുകളിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഭീഷണി ഏറ്റവും ഗൗരവതരമായി വർദ്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ലഹരി വസ്തുക്കളായി ലോകത്തെമ്പാടും വിറ്റുവരുന്ന വസ്തുക്കളൊക്കെ തന്നെയും കേരളത്തിലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ലഹരി വസ്തുക്കൾ എന്ന നിലയിൽ വിൽക്കപ്പെടുന്ന വസ്തുക്കൾ, ഒന്നാമത്തത് കഞ്ചാവ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനമാണ്. രണ്ടാമത്തത് കറുപ്പ് അഥവാ ഓപ്പിയം എന്ന് പറയുന്ന സാധനമാണ്. ഇതിനൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ട്. കഞ്ചാവ് റിഫൈൻ ചെയ്ത് മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓപ്പിയം റിഫൈൻ ചെയ്ത് മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. വേറൊന്ന് കൊക്ക എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് കൊക്ക എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ വളർത്തപ്പെടുന്നത്. അതിൻ്റെ റിഫൈൻഡ് പ്രോഡക്റ്റിൻ്റെ പേര് കൊക്കൈൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ റിഫൈൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കൊക്കൈനും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഇപ്പോൾ വ്യാപകമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പേര് MDMA എന്ന് പറയുന്ന ഒരു രാസലഹരി എന്ന പേരിട്ട് വിളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് പ്യുവർലി കെമിക്കലാണെന്ന് പറഞ്ഞാലും അത് ഓർഗാനിക് ഒറിജിനുള്ള സാധനം തന്നെയാണ്. നമ്മളുടെ കുരുമുളകിലുള്ള പെപ്പറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. കുരുമുളകിനകത്ത് നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട കെമിക്കലാണ് പെപ്പറിൻ എന്ന് പറയുന്നത്. അതുപോലെ വാനിലയിൽ നിന്ന് കിട്ടുന്ന വാനിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഈ പെപ്പറിനും വാനിലിനും കൂടി കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ MDMA എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. അതിൽ പിരിഡിൻ എന്ന് പറയുന്ന പെട്രോകെമിക്കലിൻ്റെ കൂട്ടത്തിൽ വരുന്ന പിരിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കെമിക്കൽസ് ചേർത്തിട്ടാണ്, ഈ കെമിക്കൽസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 10-12 സ്റ്റേജുകളിലായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, അത് ഓർഗാനിക് കെമിസ്ട്രി ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ MDMA എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ ക്രിസ്റ്റൽ എന്നും എക്സ്റ്റസി എന്നാണ് അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. എക്സ്റ്റസി എന്നാണ്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ അത്യാഹ്ലാദം അല്ലെങ്കിൽ ലൈംഗികതയിലൊക്കെ ലഭിക്കുന്ന അതിൻ്റെ അത്യാഹ്ലാദത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പം അത്തരമൊരു ആഹ്ലാദത്തെക്കുറിച്ചാണ് ഈ MDMA ഉപയോഗിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആഹ്ലാദമായിട്ട് പറയുന്നത്. പക്ഷെ MDMA എന്ന് പറയുന്ന സാധനം വളരെ വില കൂടിയതായതുകൊണ്ട് സ്കൂളുകളിലും അങ്ങനെ സ്ഥലങ്ങളിലും അത് എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. ചുരുക്കമായിട്ട് സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടാവും. നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് കഞ്ചാവും അതിൻ്റെ ബൈ പ്രൊഡക്ട്സുമാണ്. കഞ്ചാവ് ഇന്ത്യയിൽ തന്നെ ധാരാളമായിട്ട് പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴിത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു ക്രൈമാണ്. അപ്പോൾ ഇതിൽ മാഫിയ മാത്രമല്ല, ഈ ക്രൈം എന്ന് പറഞ്ഞാൽ ക്രൈം ചെയ്യുന്ന മാഫിയകളുണ്ട്. കള്ളക്കടത്ത് നടത്തുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഹ്യൂമൻ ട്രേഡ് നടത്തുന്നവരുണ്ട്. ഇതെല്ലാം മാഫിയകളാണ്. നിയമം അനുവദിക്കാത്ത സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ നമ്മൾ പൊതുവായി മാഫിയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. പക്ഷേ ഈ ഡ്രഗിൽ അത് മാത്രമല്ല ഉള്ളത്. ഡ്രഗ് ഒരു ഇൻ്റർനാഷണൽ പരിപാടിയാണ്, മാഫിയ പരിപാടിയാണ്. ആ പരിപാടിയിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആയിട്ടുള്ളത് ടെററിസ്റ്റുകളാണ്. ഇന്ന് ലോകത്തിലെ ഒറ്റ തരം ടെററിസം മാത്രമാണ് വ്യാപകമായിട്ട് നിലവിലുള്ളത്. അത് മത ടെററിസമാണ്. അപ്പോൾ മത ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. കാരണം മതം യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കാനും കൂടാതെ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ സംഘടിപ്പിക്കാനും ധാരാളം പണം ആവശ്യമുണ്ട്. ഇതിനുള്ള പണം പ്രധാനമായും കണ്ടെത്തിയിരുന്നത് സിറിയ പോലത്തെ രാജ്യങ്ങളിൽ ഇത്തരം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലെവി ചെയ്ത് പണം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. കൂടാതെ വളരെ റിച്ച് ആയിട്ടുള്ള അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കം, അവിടെയുള്ള മെലനേഴ്സ് അടക്കമുള്ള ആളുകൾ ഇതിനെ ഫിനാൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരം ഫിനാൻസുകളൊക്കെ ഒരു പരിധി വരെ നിന്നുപോയി. സിറിയയൊക്കെ ടെററിസ്റ്റിൻ്റെ കൈകളിൽ നിന്ന് പോയി. അത് അവിടെ നിന്ന് കിട്ടുന്ന പൈസ നഷ്ടപ്പെട്ടു. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും, പൊതുവെ റിച്ച് ആയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഇതിലേക്ക് കാര്യമായി ഫണ്ട് ചെയ്യാത്ത അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം വേറെ ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം വന്നു. ഈ സാഹചര്യം വന്ന സമയത്ത് അവർ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡ്രഗ് ട്രാഫിക്കിനെയാണ്. ഇൻ്റർനാഷണൽ ഡ്രഗ് ട്രാഫിക്കിംഗ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡ്രഗ്
ബൾക്കായിട്ട് കടക്കി കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സാണ്. ഡ്രഗ് കൃഷി ചെയ്യുന്നതിനും അതുപോലെ ഡ്രഗ് ട്രാഫിക് ചെയ്യുന്നതിനും പല രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്ററുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ തുറമുഖങ്ങളിലും ധാരാളമായിട്ട് ഈ ഡ്രഗ് ഇതുപോലെ ഈ ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ബൾക്കായിട്ട് എത്തിക്കുന്നു. അപ്പോൾ ബൾക്കായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇവിടെ ഇന്ത്യയിലുള്ള പെഡലേഴ്സ്, അത് ടെററിസ്റ്റുകളുണ്ട്, മാഫിയകളുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളുണ്ട്, അവരുടെ കയ്യിലേക്ക് ഇത് എത്തുകയും അവരിത് അവിടെ നിന്ന് ട്രാഫിക് ചെയ്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കേരളത്തിൽ വരുന്നതും കേരളത്തിൻ്റെ പുറത്തു നിന്നാണ് സാധനങ്ങൾ വരുന്നുള്ളത് ഉറപ്പാണ്. കടലിൽ കൂടെ അല്ല വരുന്നത്, കടലിൽ കൂടെ വരുന്നുണ്ടാവാം അപൂർവമായിട്ട്. കടലിനെ കഴിഞ്ഞും കൂടുതൽ ബാംഗ്ലൂർ, ചെന്നൈ മുതലായ സിറ്റികൾ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ട്രെയിൻ മാർഗവും മറ്റ് വാഹന മാർഗവും ഒക്കെയാണ് ഈ സാധനം കടത്തിക്കൊണ്ടിരുന്നത്. കാരണം കണ്ടാൽ ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല കെമിക്കൽസ് ഒന്നും. കഞ്ചാവൊക്കെയാണെങ്കിൽ കുറേ തിരിച്ചറിയാൻ പറ്റും. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിൻ്റെ വലിയ ഒരു സോഴ്സാണ്. അവർ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ അവരുടെ സാധാരണ സാധനങ്ങളുടെ കൂടെ അവരുടെ ബാഗിൽ തുണിയൊക്കെ വയ്ക്കുന്ന കൂട്ടത്തിലൊക്കെ ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അപ്പോൾ അങ്ങനെ കേരളത്തിന് അകത്തെത്തുന്നു. അതിനുശേഷം പല നെറ്റ്വർക്കുകളിൽ ഒരു 50 പേരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും. അയാൾ 50 ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 50 ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 50 പേര് 10 പേരെ, അതിലൊരുത്തൻ അവന് ഒരു 10 പേരുടെ ഒരു റാക്കറ്റ് ഉണ്ടാവും. ആ 10 പേർക്ക് അവനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ 10 പേരാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ. ഏറ്റവും അവസാനം ആ കുട്ടികളായിട്ട് അവർ ബന്ധപ്പെടും. അപ്പോൾ അവർ കുട്ടികൾക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നു, ഒരു കുട്ടിക്ക് കൊടുക്കുന്നു, അവനെ അതിന് അഡിക്റ്റ് ആക്കി എടുക്കുന്നു. വീണ്ടും ആ സാധനം അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ കുട്ടികൾ ഇതിൽ ചേർക്കണം എന്ന് പറയുന്നു. അങ്ങനെ കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് ചേർത്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ വലിയൊരു സംഘം ആളുകൾ, വലിയൊരു സംഘം കുട്ടികൾ ഇതിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു പാരന്റ് പറഞ്ഞതുപോലെ ഇത്തരം സാധനങ്ങളുടെ പൊടികളൊക്കെ കുട്ടികൾ സാധാരണ കഴിക്കുന്ന കിൻഡർ ജോയിലോ അല്ലെങ്കിൽ സിപ്പപ്പിലോ ഒക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ രസം പിടിപ്പിച്ച് പിന്നീട് അത് ഇല്ലാതെ പറ്റുകയില്ല എന്നൊരു സാഹചര്യമാകുമ്പോൾ മാത്രം പണം ലഭ്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് പൊതുവെ അഡോപ്റ്റ് ചെയ്യുന്നത്. അഡിക്റ്റ് ആയവർക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാനാവില്ല. അപ്പോൾ ഇത് ഒരു പേ വരുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല, പേ വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പേ വന്നു കഴിഞ്ഞാൽ അവർ ആ പേ പിടിച്ച ആൾ മറ്റുള്ളവരെ കാരണമില്ലാതെ ആക്രമിക്കും. ഒരു ഭ്രാന്തൻ പോലും അങ്ങനെ ചെയ്യല. അപ്പോൾ അവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് ഈ ലോകത്ത് എന്താ സംഭവിക്കുന്ന അറിയില്ല. ഇപ്പോൾ MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവർ എക്സ്ട്രസിലാണ്, അവർ വല്ലാത്ത സന്തോഷത്തിലാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തലച്ചോറിലുള്ള നമ്മളുടെ എല്ലാ വികാരങ്ങളും ഉണർത്തുന്നത് പലതരത്തിൽപ്പെട്ട ഹോർമോണുകളാണ്. മുഴുവനായിട്ടൊന്നും പഠിച്ചു തീർന്നിട്ടുള്ള കാര്യമല്ല ഇത്. അറിവ് വെച്ച് തന്നെ തലച്ചോറിൽ 100 കണക്കിന് ഹോർമോണുകളുണ്ട്. അപ്പോൾ ഓരോ ഹോർമോണുകൾക്കും ഡിഫറെൻറ്റ് ഡ്യൂട്ടികളാണ്. ഇത്തരം ഡ്രഗുകൾ ഉള്ളിലേക്ക് കടക്കുമ്പം ഈ ഹോർമോണുകൾ ആക്റ്റീവ് ആവുകയും നമ്മളുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുകയും ചെയ്യും. അതിൽ പ്രധാനമായിട്ടും അനാവശ്യമായ സന്തോഷം എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെറുതെ സന്തോഷിക്കാൻ. നമ്മുടെ മുൻപിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം കിടക്കുമ്പോഴും അതിനകത്ത് 100% വിട്ടുപോകും. ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം വികാരങ്ങളൊക്കെ ചത്തുപോകുന്നു. ആകെ സന്തോഷം എന്ന് പറയുന്നൊരു വികാരം മാത്രം നിലനിൽക്കുന്നു. കൂടാതെ മറ്റുള്ളവരെ പറ്റിയുള്ള വല്ലാത്ത സംശയവും, ഇവരെന്നെ ആക്രമിച്ചേക്കുമോ എന്നുള്ള സംശയവും വരുന്നു. കൂടാതെ അമ്മയെ പോലും തിരിച്ചറിയാത്ത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായി നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ കേൾക്കുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പേ പിടിക്കുന്നതാണ്, ഭ്രാന്ത് പിടിക്കുന്നതല്ല, പേ ആയി പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇത് എത്തുന്നത് അത് നമ്മളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൃഷിക്കാരൻ കൂടിയാണ്. ഇപ്പം എൻ്റെ പ്രധാനപ്പെട്ട കൃഷി റബ്ബറാണ്. അപ്പോൾ ഈ റബ്ബർ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്താൽ ഒരു 20 വർഷത്തോളം റബ്ബർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്ത് ടാപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് അതിനെ സ്റ്റിമുലൻ്റ് തേച്ച് കൊടുക്കും. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഭയങ്കരമായിട്ട് കൂടും. ഒരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഒരു വർഷം സ്റ്റിമുലൻ്റ് തേക്കുന്നു, 5 ഇരട്ടി നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ വർഷം സ്റ്റിമുലൻ്റ് തേക്കുന്നു, 5 എന്നുള്ളത് ഒരു 3 ഇരട്ടിയായിട്ട് താഴുന്നു, അപ്പോഴും 3 ഇരട്ടി കിട്ടും. മൂന്നാമത്തെ വർഷം നമ്മൾ തേക്കുന്നു, അത് ഏകദേശം ഇരട്ടി ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ആ ശരിക്കുള്ള പ്രൊഡക്ഷൻ്റെ ഇരട്ടി. 4ാമത്തെ വർഷം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 4ാമത്തെ വർഷം കഴിഞ്ഞാൽ മരം നിർത്തി അത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഈ 3-4 വർഷം കൊണ്ട് അതിനകത്തുള്ളത് മുഴുവൻ ഊറ്റി വലിച്ചെടുക്കുന്ന ആ പ്രോസസ്സാണ് ഈ സ്റ്റിമുലൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് ഇത്തരം ഡ്രഗുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എനർജിയും ഊർജ്ജവും എല്ലാം വളരെ പെട്ടെന്ന് റിലീസ് ചെയ്ത് നമ്മൾ വളരെ എക്സോസ്റ്റഡ് ആക്കി ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളുടെ ആയുസ് ഒരു 5-10 വർഷത്തേക്ക് ലിമിറ്റ് ചെയ്യും. ഡ്രഗ് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ 5-10 വർഷം വരെ ഭാഗ്യവാന്മാരാണെങ്കിൽ, അല്ലാത്തവർ അതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തുക. അപ്പം അങ്ങനെ ആണ് ഈ ഡ്രഗ് ഉപയോഗത്തിൻ്റെ വിഷയം വരുന്നത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ യൂസ്, പല ഡ്രഗും ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ വരുന്നതാണ്.
അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയാലും ശരി ആ ഡ്രഗിൻ്റെ മെമ്മറി അവിടെ കിടക്കും. ആ ഡ്രഗ് ഉപയോഗിച്ചാലുള്ള ആ സുഖത്തെക്കുറിച്ചുള്ള മെമ്മറി അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇവർ പ്രലോഭിപ്പിക്കപ്പെടാനും വീണ്ടും അതിലേക്ക് വീണു പോകാനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതിന് നമ്മളുടെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ ഇതിന് വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ടീച്ചേഴ്സിനെയും പാരൻസിനെയും കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്നതിലാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ എല്ലാവരും കുട്ടികളെ സാധാരണ സ്കൂളുകളിലേക്ക് അയക്കില്ല. അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് അയക്കുക. കാരണം എന്താ, സ്ട്രിക്ട്നെസ് വേണമെന്നുള്ളത് പാരൻസിന് അറിയാം, അത് ഗവൺമെൻറ്റിന് അറിയത്തില്ലെങ്കിലും പാരൻസിന് അറിയാം. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ് സാധാരണ കുട്ടികളെ വിടുക. അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം കേസുകൾ കുട്ടികൾ പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അധ്യാപകർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, അവിടെ വളരെ കൃത്യമായ ശിക്ഷണ രീതികളുണ്ടാവും, വാല്യുവേഷൻ രീതികളുണ്ടാവും. അപ്പോൾ കുട്ടികൾ നിരന്തരമായി പഠിച്ചേ പറ്റൂ, ഒപ്പം തന്നെ പഠിച്ചേ പറ്റൂ. നേരെ മറിച്ച് സാധാരണ സ്കൂളുകളിൽ ഇതൊന്നും പറ്റില്ല. ഒരു കുട്ടിയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ട് കേസ് കൊടുക്കും. ഇവൻ്റെ പാരൻസ് ചിലപ്പോൾ സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഈ കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ശിക്ഷണം നൽകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കും. കുട്ടികൾ അതൊരു സൗകര്യമായിട്ട് കാണും. പിന്നെ ഇപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സംഗതി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് വേണം, അഡീഷണൽ ആയിട്ടുള്ള ടീച്ചിങ് വേണം. അപ്പോൾ അഡീഷണൽ ടീച്ചിങ് കൊടുക്കുക എന്നുള്ളത് സാമ്പത്തിക ശേഷിയുള്ളവർ വളരെ നല്ല സ്ഥാപനങ്ങളിൽ നടത്തി പിന്നെ ട്രെയിനിങ് കൊടുക്കും. പലപ്പോഴും കൂടുതൽ ശിക്ഷണമുള്ള സ്ഥലങ്ങളിലാണ് വിടുക. നമ്മൾ തൃശ്ശൂരൊക്കെ ഒരു സ്ഥാപനം, അതിനെപ്പറ്റി ശ്രീനിവാസൻ്റെ ഒരു സിനിമ തന്നെയുണ്ടല്ലോ, വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന ഒരു സിനിമ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ. അതിൽ പിന്നെ തിലകൻ ഒരു മാഷയൊക്കെ അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് തല്ലാൻ ആളെ വയ്ക്കുന്നത് പോലെയാണ്. കാശ് കൊടുത്ത് ആ തിലകൻ്റെ കഥാപാത്രത്തെ നമ്മൾ വിലയ്ക്ക് വാങ്ങിയിട്ട് കുട്ടികളെ ശിക്ഷിപ്പിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് പൊതുവേ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയുള്ള സ്ഥാപനങ്ങൾ. അവരവിടെ എടുക്കുന്ന സമയത്ത് കുട്ടികളെ ഫിൽട്ടർ ചെയ്ത് നല്ല കുട്ടികളെ മാത്രം എടുക്കുന്നു, അവർക്ക് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നു, ധാരാളം റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണ പാരൻറ്റിനും എൻ്റെ കുട്ടിക്കും ഇത് കൊടുക്കണ്ടേ ഉള്ള ഒരു ത്വര വരുമ്പം അത് മുതലാക്കാൻ വേണ്ടി കൂടുപോലെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളും ട്യൂഷൻ സെൻറ്ററുകളും വരുന്നു. ഇവിടെ സ്കൂളുകളിൽ പോലും സ്കൂളിനോടനുബന്ധിച്ച് ട്യൂഷൻ സെൻറ്റേഴ്സ് വരുന്നു. അപ്പോൾ കുട്ടികളെ ട്യൂഷൻ സെൻറ്റേഴ്സിലേക്ക് അയക്കും. ധാരാളം ട്യൂഷൻ സെൻറ്ററുകൾ ഉള്ളതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ തമ്മിൽ കോമ്പറ്റീഷൻ വരുന്നു. ട്യൂഷൻ സെൻറ്ററുകൾ തമ്മിൽ കോമ്പറ്റീഷൻ വരുമ്പം ട്യൂഷൻ സെൻറ്ററുകാർ സ്ട്രിക്ട്നെസ് കൂട്ടിയല്ല പലപ്പോഴും കമ്പീറ്റ് ചെയ്യുന്ന, കുട്ടികളെ സുഖിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളെ സൂചിപ്പിക്കുമ്പം അവർക്ക് അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം അല്ലെങ്കിൽ ശിക്ഷണം തീരെ കുറവായിരിക്കും, സ്ട്രിക്റ്റ് ആക്കൂല. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് പുറത്തിറങ്ങാനും ട്യൂഷൻ എന്ന പേരിൽ അവിടേക്ക് പോകാനും ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും ഇങ്ങനെയുള്ള കെണികളിൽ പോയി വീഴാനുമുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ താമരശ്ശേരിയിൽ അടിയുണ്ടാക്കിയ പ്രശ്നമൊക്കെ ട്യൂഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അവിടെ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാനൊരു ട്യൂഷൻ സെൻറ്റർ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു അധ്യാപകൻ എന്ന നിലയിലും ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ധാരണയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തൊക്കെയാണ് ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ കണ്ടത്. വ്യാപകമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കേണ്ടതല്ലോ ട്യൂഷൻ സെൻറ്ററിൻ്റെ പണി, പഠിപ്പിക്കുക എന്നുള്ളതല്ലേ. അപ്പം പഠിപ്പിക്കാതെ കുറുക്ക് വഴികൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ സൂചിപ്പിക്കുക. പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, നേരെ മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തത് കാണാതെ പഠിച്ചു പോയാൽ മതിയെങ്കിൽ കാര്യം വളരെ എളുപ്പമുണ്ടല്ലോ. ബാക്കിയുള്ള സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഇത്തരം സാഹചര്യങ്ങൾ നമ്മളുടെ പരിസരങ്ങളിൽ തന്നെ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. വളരെ ചെറിയ കുട്ടികൾ എല്ലാ പ്രൊട്ടക്ഷൻ സെൻറ്ററുകളിൽ നിന്നും നമ്മൾ പിന്നെ രാമായണത്തിൽ ലക്ഷ്മണൻ സീതയുടെ ചുറ്റും വരയ്ക്കുന്ന ഒരു ലക്ഷ്മണരേഖയുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു പോകരുത് എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്ത് കാത്തിരിക്കുന്നത് മരണമാണ്. നമ്മൾ ഓരോ കുട്ടിയുടെ ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരച്ചു വയ്ക്കുന്നുണ്ട്. ഇതിന് പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ അതിന് പുറത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ അറിവിന് പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കരുത് എന്ന് പറയുന്ന ആ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യുന്നിടത്ത് മരണം കാത്തിരിക്കുന്നുണ്ട്, ലഹരി കാത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഓരോ സ്കൂളുകളോടും അനുബന്ധിച്ച് വളരെ ശക്തമായ അധ്യാപക പാരന്റ് ടീച്ചർ അസോസിയേഷൻ, മാതാപിതാക്കളും അധ്യാപകരും ചേർന്നുള്ള പാരന്റ് ടീച്ചർ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരെണ്ണം രൂപീകരിക്കുകയും അതിൽ മുഴുവൻ പാരൻസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഒന്നാമത്തെ പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും കുട്ടികളെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ പാരന്റ് ടീച്ചർ അസോസിയേഷൻ അത് ഫേസ് ചെയ്യണം. ടീച്ചേഴ്സിന് തന്നെ ഇത് ഫേസ് ചെയ്യാനാവില്ല. ഏതെങ്കിലും ഒരു പാരന്റ് എൻ്റെ കുട്ടിക്ക് ശിക്ഷണം നൽകിയതിൻ്റെ തെറി വിളിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് പാരന്റ് ടീച്ചർ അസോസിയേഷന് മുമ്പിൽ വെക്കണം. എന്താണ് വേണ്ടത്, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ശിക്ഷണം നൽകണമോ വേണ്ടയോ എന്ന് ടീച്ചേഴ്സിന് ചോദിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി സ്കൂളിൽ സ്ട്രിക്ട്നെസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക.
പഠനത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക, കുട്ടികളെ മറ്റ് ആളുകളുമായിട്ടുള്ള ട്യൂഷൻ സെൻറ്ററിൽ പോകേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ലാഭം ഷെയർ ചെയ്യുന്നവരിൽ ഈ നാട് ഭരിക്കുന്ന ആളുകളും പെടുന്നുണ്ട്. അതിലൊരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയെ പറയണമെന്നില്ല, എല്ലാ പാർട്ടിക്കാർക്കും ഇതിനകത്ത് ഷെയർ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം കേട്ട അടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ, ഒരു ഇൻസ്പെക്ടർ ആത്മാർത്ഥമായിട്ട് ലഹരിക്കെതിരെ പ്രവർത്തിച്ച് 1 മാസം കൊണ്ട് 100 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായെന്നും അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നവരുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു എന്നുമാണ്. കാരണം ഇവരെല്ലാവരും ഇതിൻ്റെ ഷെയർ പറ്റുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഏകദേശം വിചാരിക്കാൻ. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ സ്കൂളുകളിലും അതിശക്തമായ ഒരു പാരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ടാക്കി പാരൻസിൻ്റെ ഒരു ഗ്രൂപ്പ്, മുഴുവൻ പാരൻസും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇതിനെ സൂപ്പർവൈസ് ചെയ്യുക മാത്രമാണ് ഇതിനുള്ളൊരു പോംവഴി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഡ്രഗ് വിൽക്കുന്നവരുടെ പുറകിൽ അവരെ സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങളിൽ പ്രധാനമായി പെടുന്നത് രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. കാരണം യുവതലമുറയെ മൊത്തം മനുഷ്യരാണല്ലോ ഒരു രാജ്യത്തെ രൂപീകരിക്കുന്നത്. ആ മനുഷ്യരെ മുഴുവൻ ഇങ്ങനത്തെ ഒരു പേ പിടിച്ചവരാക്കി മാറ്റുകയാണെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതായി പോകും. നമ്മളുടെ രാജ്യം എന്നുള്ളത് ടെററിസ്റ്റുകളുടെ ഒരു വലിയ ലക്ഷ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം 2047 ഈ രാജ്യം പിടിച്ചടക്കുമെന്നുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഈ രാജ്യത്ത് ഇന്നും ആക്റ്റീവായി നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇവിടുത്തെ യുവതലമുറയെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൊന്നുകളയുക എന്നുള്ളതാണ്. അപ്പം അത്തരം ആളുകളുടെ ഒക്കെ കൈ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് തീർത്തും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ ആളുകൾ ഉണർന്നിറങ്ങേണ്ടതുണ്ട്.